ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വലിയ രീതിയിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി കരാറിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ട്രംപ് നടത്തിയിട്ടുള്ള ഈ താരിഫ് യുദ്ധം മൂലം ഇപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ട്രംപിനുണ്ടാക്കുന്ന ആഘാതം എത്രമാത്രം വലുതായിരിക്കും? രേണുക, ജുഡീഷ്യൽ റിവ്യൂ നിലവിലുള്ള രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതായത് എക്സിക്യൂട്ടീവിന്റെയോ ലെജിസ്ലേച്ചറിന്റെയോ പരിധി ലംഘിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നിയമാനുസൃതമായ ഭരണഘടനാപരമായ പരിധി ലംഘിക്കപ്പെട്ടാൽ കോടതിക്ക് ഇടപെടാൻ അവകാശം നൽകുന്ന ജുഡീഷ്യൽ റിവ്യൂ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കേസുകളിലൂടെ അന്തിമ വിധി കൽപ്പിക്കാൻ പ്രസിഡന്റ് ഓഫ് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കൃത്യമായ സിസ്റ്റം റീസെറ്റ് ചെയ്യാനുള്ള അവകാശം, അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ടാണ് ബില്ലും ബ്രേക്കുമില്ലാതെ മുന്നോട്ട് പോയ ട്രംപിന്റെ ടാരിഫ് നയം തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് റെസിപ്രോക്കൽ ടാരിഫ്, പകരത്തിന് പകരം തീരുവ എന്നത് ട്രംപ് ഒരു ആയുധമായി, ഒരു ഇക്കണോമിക് ഇൻസ്ട്രുമെന്റായി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നോക്കൂ, ലിബറേഷൻ ഡേ സ്പീച്ച് അധികാരം ഏറ്റെടുത്തതിനു ശേഷം വലിയൊരു ചാർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിനും താൻ ഇട്ടിരിക്കുന്ന വില ഇതാണ്, താൻ ചുമത്താൻ പോകുന്ന നികുതി ഇതാണ്, ടാരിഫ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുകയാണ്. അപ്പൊ തന്നെ അന്ന് തന്നെ യഥാർത്ഥത്തിൽ റൈറ്റിംഗ് ഓൺ ദ വാൾ വാസ് വെരി ക്ലിയർ. കാലത്തിന്റെ ചുവരെടുത്ത് വളരെ വ്യക്തമായിരുന്നു. കാരണം ഇത് ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് പോകും, അല്ല എങ്കിൽ കോടതിയുടെ പുനഃപരിശോധനയിലേക്ക് പോകും. അതുമായി ബന്ധപ്പെട്ട ഇത് പ്രസിഡൻഷ്യൽ നയം അപ്ലോഡ് ചെയ്യപ്പെടില്ല എന്ന സൂചന അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഇതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ശക്തമായി ഫെന്റനൽ ടാക്സ് 25%, മെക്സിക്കോയ്ക്കെതിരെ 25%, കാനഡയ്ക്കെതിരെ, ചൈനയ്ക്കെതിരെ 25%, അങ്ങനെ പോയി. ചൈനയ്ക്കെതിരെ പിന്നീട് ഏതാണ്ട് 250% വരെ ടാരിഫ് അടിച്ചു കൊടുത്ത് പിന്നീട് അത് റെഗുലറൈസ് ചെയ്ത്, റാഷണലൈസ് ചെയ്ത്, കുറച്ചുകൂടെ കട്ട് ചെയ്ത് 36% കൊണ്ടുവന്നു. അങ്ങനെ തോന്നുന്നപടി ഒരു ദിവസം തിങ്കളാഴ്ച ടാരിഫ് അടിച്ചു കൊടുക്കുന്നു, ചൊവ്വാഴ്ച അത് കുറയ്ക്കുന്നു, ബുധനാഴ്ച വീണ്ടും ഇരട്ടി ടാരിഫ് അടിച്ചു കൊടുക്കുന്നു, ഇത് കുറയ്ക്കുന്നു. ഇങ്ങനെ റോളർ കോസ്റ്റർ റൈഡ് പോലെ പോകുമ്പോൾ യാതൊരു രീതിയിലും ഒരു സിസ്റ്റത്തിന് സസ്റ്റൈനബിളായി മുന്നോട്ട് പോകാനാവാത്തൊരു അന്തരീക്ഷം വരുന്നു. അവിടെയാണ് സ്റ്റെബിലിറ്റി, മാർക്കറ്റുകൾ സ്റ്റെബിലിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ഇക്കോണമിയെ വല്ലാതെ കാർന്നു തിന്നുന്ന ഒന്നാണ്. ഇതിനെ സിസ്റ്റത്തെ ബാക്ക് ഓൺ ട്രാക്ക് ആക്കിയെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും എന്നതിന്റെ ഏർലി സൂചനയാണ്. അതുകൊണ്ടാണ് ട്രംപ് അടിച്ച പിഴ ടാരിഫ് മാത്രമല്ല, അടിക്കടി വരുത്തുന്ന ടാരിഫ് മാറ്റങ്ങൾ, ഇതിലൂടെ ട്രംപ് ഉദ്ദേശിച്ചത് മറ്റു രാജ്യങ്ങളെ, അതായത് തങ്ങൾ ട്രേഡിൽ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങളെ പരമാവധി സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് അനുകൂലമായ ഒന്നൊന്നായി ഈ കരാറുകളിൽ ഏർപ്പെടാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടാമെന്ന പ്രതീക്ഷയാണ്. അത് ഏതാണ്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത്, ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് അടുത്ത 2027 ജനുവരിയോടുകൂടി അന്തിമ കരാറിൽ സാധ്യമാകും എന്ന രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിന് മുമ്പിലുള്ള ഇന്ത്യയും കരാർ തന്നെ ഉടനെ 2 മാസത്തിനുള്ളിൽ തന്നെ സാധ്യമാകും. പക്ഷെ ഇനി അതിന്റെ വ്യവസ്ഥകളിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ട്രംപിന്റെ ഇങ്ങനെയൊരു തിരിച്ചടി, ട്രംപിന്റെ സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടി എങ്ങനെയാണ് ഫർദർ നെഗോസിയേഷൻസിനെ ബാധിക്കുക? ഇതിൽ നിന്നും സ്കെയിൽ ഡൗൺ ചെയ്യാൻ തയ്യാറാകുമോ, അതോ റൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് ഒരിക്കൽ കൂടി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുമോ? ഇത് വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ വലിയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ. കാരണം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, അവിടെ നാണം കെട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇവിടെ മധ്യേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസന്നാഹങ്ങളുമായി പോകുന്നു. ട്രംപിന്റെ തന്നെ പ്രഖ്യാപിത നയമായ മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന നയത്തിന് വിരുദ്ധമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ അയച്ചുകൊണ്ട് ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ഇറാനുമായി വിലപേശുകയാണ്. ഇതെല്ലാം ഒരു വശത്ത്. ഇതിനൊക്കെയുള്ള അംഗീകാരം അമേരിക്കൻ ജനത എത്രത്തോളം കൊടുക്കുമെന്ന സംശയമാണ്. കാരണം കഴിഞ്ഞ ഒരൊറ്റ നിമിഷം, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.